ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് സിൽക്ക് ത്രെഡ്, കട്ട് ബീഡ്സ്, കപ്പ് സീക്വൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ കളർ തന്നെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 10ഉം 5ഉം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 16 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആദ്യം സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിന് ചുറ്റിനായിട്ട് 6 ഫ്രഞ്ച് നോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് അടിപൊളി നെക്ക് ഡിസൈൻസും സ്ലീവ് ഡിസൈൻസും നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ. സിൽക്ക് ത്രെഡിന് പകരമായിട്ട് ആങ്കറിൻ്റെ ത്രെഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എപ്പോഴും ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ 5ഉം ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ്. ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കണേന്ന് കണ്ടു നോക്കാം. ഇനി ഇതുപോലത്തെ 4 ഫ്ലവേഴ്സും കൂടി ചെയ്തെടുക്കാനുണ്ട്. മെറ്റീരിയലിൻ്റെ സെയിം കളർ ബീഡ് എടുത്തിട്ട് സെൻറ്ററിലെ റൗണ്ടിൽ ആദ്യം ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് തുന്നിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റിനായിട്ട് കപ്പ് സീക്വൻസ് തുന്നി കൊടുക്കണം. വൈറ്റിൽ ഈ ഒരു ഷെയ്ഡുള്ള കപ്പ് സീക്വൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ ബീഡിന് ചുറ്റും റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുക്കാം. ത്രെഡ് 2 സ്ട്രാൻഡ്സ് എടുത്തിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്.
ലീഫിൻ്റെ പോർഷനിൽ കട്ട് ബീഡ്സ് ആണ് തുന്നിയെടുക്കുന്നത്. 4 ബീഡ് വീതം ചെരിച്ച് വെച്ച് തുന്നി കൊടുത്തിട്ടാണ് ഈ ലീഫിൻ്റെ ഷേപ്പ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ലുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനായിട്ട് വൈറ്റ് ബീഡ്സ് ഒന്ന് തുന്നി കൊടുക്കണം. ഓൾറെഡി നമ്മുടെ പാറ്റേണിൽ മാർക്ക് ചെയ്തിട്ട് കൊടുത്തേക്കണോടത്താണ് നമ്മൾ ഈ വൈറ്റ് ബീഡ്സ് ഒന്ന് തുന്നി കൊടുക്കുന്നത്. നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് തുന്നിയെടുക്കാവുന്നതാണ്. വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.